ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു കാറ്റുണ്ട്. ചെറിയൊരു വഴി കിടപ്പുണ്ട്, ആരൊക്കെ നടന്നു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കുറച്ച് പേര്. ഇത് എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ? അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഓരോ കാണാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോ. സംഭവം കണ്ടില്ലേ? ഇപ്പം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലേ? അതായത് പാറയിൽ ആ രണ്ട് ചങ്ങല ഇങ്ങനെ വലിഞ്ഞ് പോയതുപോലെ തന്നെ ഉണ്ട്. രണ്ട് മാർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഒരു അനക്കവും ഇല്ലാതിരിക്കണേ. ഞാൻ ഫ്രണ്ടിൽ വന്നിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഫോൺ. ഹായ്, അപ്പോൾ സ്ഥലം കണ്ടില്ലേ? ഇതാണ്. അപ്പോൾ വേറെ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല. ഇങ്ങോട്ട് വന്ന് കയറുമ്പം തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ. ഇനി ഇവിടെ നമുക്ക് ഈ പുറകിൽ കാണുന്ന ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്കിനി തമ്പുരാൻ പാറയിലോട്ട് അങ്ങോട്ട് പോകാനുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ളതുകൊണ്ട് ഒരല്പസമയം ഞാനിവിടെ ഒന്ന് നിന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്കി കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. തമ്പുരാൻ പാറയിലോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകളും പിന്നെ പ്രകൃതിയുടെ കാഴ്ചകളായിരുന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി തന്നെ ഇങ്ങോട്ട് റോഡ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതായത് ഇവിടുത്തെ ഒരു വ്യൂ, അതായത് മുകളിലത്തെ ആ ഒരു വിഗ്രഹവും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ എവിടെ എത്തിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണുക എന്നത് എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഈ റോഡ് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ ആ വഴി ഇവിടെ കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അത് കണ്ടില്ലേ ബാക്കിൽ കുറച്ച് മരങ്ങളും കാട്, പിന്നെ അതെ ഇവിടെയൊക്കെ കുറച്ച് പാറകൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടെ കൂടെ ഒന്ന് നോക്കിയിട്ട് നേരെ നമുക്ക് തമ്പുരാൻ പാറയിലോട്ട് പോവാം. എന്നാലും ഞാൻ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും എന്താ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാറയൊക്കെ പൊട്ടിച്ച സ്ഥലമാണ്. പാറയൊക്കെ പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് സ്ഥലം. കാട് തന്നെയാണ്. ഇപ്പുറത്ത് പിന്നെ കുറച്ച് റബ്ബർ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ വന്ന വഴിയിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് പോലെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി. അത് നമ്മൾ തന്നെ ദുരന്തമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പ്രകൃതി നമ്മളടുത്തും അതേ രീതിയിൽ കാണിക്കും. അപ്പോഴൊക്കെ നമ്മളും ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാടിനെ സേവ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളെ വീടും പരിസരം വൃത്തികേടാക്കി ഇടാറില്ല. നമ്മളെപ്പോഴും നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുന്നത് പോലെ തന്നെയാണ് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴും ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പുറത്ത് കിടന്ന് ഞാൻ അധികം കറങ്ങുന്നില്ല, നേരെ തമ്പുരാൻ പാറയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടേക്ക് വരാനുള്ള വഴി വെമ്പായത്ത് വന്നിട്ട് വെമ്പായത്ത് എത്തിയിട്ട് ലൊക്കേഷൻ ഇട്ടാലും മതി. തമ്പുരാൻ പാറ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ഇടുമ്പോഴേക്കും നമുക്ക് ഇവിടത്തേക്കുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നോക്കി നേരെ ഇവിടേക്ക് എത്താവുന്നതാണ്. ഇവിടേക്ക് വന്ന മറ്റു കുറച്ച് സഞ്ചാരികളാണെന്ന് തോന്നുന്നു. കുറച്ച് പയ്യന്മാരിതേ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോയിക്കോട്ടെ ഏട്ടാന്ന് ചോദിച്ചു. വീഡിയോ ഇനി ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പോയിക്കോളാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിറകെ ഞാനിങ്ങനെ പോകും. അങ്ങനെ തമ്പുരാൻ പാറയിട്ടുള്ള പടവുകൾ കയറി ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു വലിയൊരു പാറ കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഷേപ്പിൽ റൗണ്ടായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ ചുറ്റും റബ്ബറൊക്കെ തന്നെയാണ്. പിന്നെ നമുക്കിവിടെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് വഴി നടന്ന് പോകാൻ പറ്റും. കാരണം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ട ചുടുകല്ലൊക്കെ കടിക്കുകയും അല്ലാതെയൊക്കെ നല്ല രീതിയിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും റബ്ബർ തന്നെയാണ്. പിന്നെ പാറ അവിടെ ആയിട്ടൊരു വലിയൊരു പാറ കാണുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം മൊത്തം പാറയും കാടും ഒരു തന്നെയാണ്. ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കുറച്ച് നാളുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെയാണ് ഇങ്ങോട്ട് വരാനൊരു അവസരം കിട്ടിയ. അടുത്ത പാറ, ഇവിടെ ഫുള്ള് പാറയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ റബ്ബറും അതിൻ്റെ ഇടയിലായിട്ട് ഫുള്ള് പാറ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുകളിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നാലും ഇതിനെക്കാട്ടി മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി അങ്ങനെ മുകളിലോട്ട് പോവാം.
നമ്മുടെ കൂടെ വന്ന പയ്യന്മാരൊക്കെ ദേ അങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്. അവന്മാർ ഫാസ്റ്റാണ്, ഓടിക്കയറുന്നുണ്ട്. പിന്നെ ഞാൻ പതുക്കെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ പോകുന്നു. കാരണം ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ നിന്നൊരു വഴി അങ്ങ് മുകളിലോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴിപ്പം സമയമൊന്ന് അല്പം ലേറ്റായി. അല്ലായിരുന്നെങ്കിൽ മൊത്തം ഒന്ന് കറങ്ങാമായിരുന്നു. എന്തായാലും ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഇപ്പോൾ കുറച്ച് നടന്ന് ഈ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മുകളിലെത്തിയപ്പോഴും ഇവിടെ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്. കണ്ടില്ലേ? അപ്പം ഈ പുറകിലായിട്ട് കാണുന്നില്ലേ, ഇതെല്ലാം ഇവിടെയും പാറ തന്നെയാണ്. ഇവിടെ മൊത്തം പാറകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ നോക്കുമ്പോൾ സിറ്റിയിലെ കുറച്ച് കെട്ടിട സമുച്ചയങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ സ്റ്റെപ്പ് കയറി നമ്മളത് മുകളിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു വ്യൂ ആണെന്ന് തോന്നുന്നു. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഒരു ചെറിയ വഴി കൂടെ ഒതുങ്ങിയ വഴി കൂടെ വന്നിട്ട് നല്ലൊരു വിശാലമായൊരു സ്ഥലത്തെത്തി നിൽക്കുന്നത് പോലെ. സംഭവം ശരിയാണ്. കാരണം ഇവിടെ എത്തപ്പോഴേക്കും നമുക്ക് കാണാൻ കണ്ടോ, അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. കെട്ടിട സമുച്ചയങ്ങളും പച്ചപ്പും ആ മരങ്ങളൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു അവിടെ ഫുള്ള് മരമാണെന്ന്. പക്ഷേ അതിൻ്റെ ഇടയിലെല്ലാം ബിൽഡിങ്ങുകളും വീടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ലോങ് കാഴ്ചയിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ആ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ പാറയുടെ മുകളിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ഇതല്ല, ഇതിൻ്റെ മുകളിലോട്ടും പോകേണ്ടതുണ്ട്. കണ്ടില്ലേ, മുകളിലോട്ട് അങ്ങോട്ട് കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഇവിടെ മൊത്തം പാറയാണ് കേസ്. കണ്ടില്ലേ, അതാണ് നമ്മൾ കയറി വന്ന വഴി. അവിടെ നിന്ന് കയറി വരുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിത് ആ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് നമുക്ക് ആ ഭാഗത്ത് കിട്ടുന്ന കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഹൈറ്റിൻ്റെ അതേ ലെവലിൽ ഏകദേശം ആ ഒരു ഈക്വലായിട്ടുള്ള നിന്നും കൊണ്ട് ലോങ് വ്യൂ വീക്ഷിക്കുന്ന ആ ഒരു ആംഗിൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറുമ്പം നമ്മൾ നിൽക്കുന്നതിനും കുറച്ചുകൂടെ താഴെ ആയിട്ടാണ് ആ സ്ഥലം നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഉയരത്തിലാണെന്നുള്ള രീതിയിൽ. അവിടെയൊക്കെ ഒരു പാറ കാണുന്നുണ്ട്, നല്ലൊരു, കണ്ടില്ലേ, അത് അവിടെ ഒരു നല്ലൊരു വിഷ്വലാണ് അവിടെ. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്നും എന്തായിരുന്നാലും കറങ്ങി കാണാൻ നോക്കാം. ഇതൊക്കെ പാറ പൊട്ടിച്ച്, കണ്ടില്ലേ, പാറ പൊട്ടിച്ച് പോയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലൊരു പാറയാണ്. അവിടെയൊക്കെ നല്ല നിരപ്പിന് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു സംഭവം കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് അറിയോ, ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ നീലക്കുറിഞ്ഞിയുടെ ഒരു സീസണാണ്. നീലക്കുറിഞ്ഞി പോലെ മറ്റൊരു നീലക്കുറിഞ്ഞി തന്നെ പറയാം. അതേപോലെ മൊത്തത്തിൽ ഒരു നീലക്കുറിഞ്ഞിയുടെ ഒരു വസന്തം അവിടെ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സ്ഥലത്തും അതേ ഇതിൽ വരുന്ന ഈ ഒരു ചെടി നമുക്ക് മിക്ക സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെയും എന്തായാലും അത് കാണാൻ പറ്റി. അപ്പോഴും നമ്മൾ ആ പാറ തന്നെ ഇങ്ങനെ നേരെ നടന്നു വരുമ്പം വഴി എവിടെ തീർന്നു എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും. എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ആ വഴിയിൽ നമ്മൾ കുറച്ച് നേരെ വരുമ്പോൾ അടുത്തത് ഇവിടെ കണ്ടില്ലേ, അതിൻ്റെ പാറയിലോട്ട് കയറാനുള്ള വഴിയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇതുവഴി കയറിപ്പോവാം. ഞാൻ ആദ്യം വിചാരിച്ചു അത് പാറയുടെ ഇടയിൽ കൂടെ അങ്ങനെ എന്തെങ്കിലും വഴി കാണും, അതായിരിക്കുമെന്ന്. ജസ്റ്റ് ഒന്ന് ഇതുവരെ വന്നത് നന്നായി. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോയേനെ. അതുവഴിയും കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നന്നായിട്ട് വഴിയുണ്ട് അതിനായിട്ട് കയറി പോകാനായിട്ട്. ഈ സംഭവം നമ്മൾ വന്ന വഴിയിലും കണ്ടായിരുന്നു. ഇവിടെ നല്ല വലിപ്പമുണ്ട്, കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈ വീട്ടിലൊക്കെ ചെടികളൊക്കെ നട്ടിട്ടിരിക്കും പോലെ ഇങ്ങനെ. പിന്നെ നേരെ അങ്ങോട്ട് പോയില്ല, കുറച്ചുകൂടെ ദൂരം നടക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കുറച്ചുകൂടെ ദൂരം ഇങ്ങനെ നടന്നിങ്ങനെ വരികയാണ്. അപ്പോഴത്തെ ഇവിടെ ചെടിയിൽ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. എന്നെ കണ്ടതും സ്ഥലം വിട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലം മാത്രം നോക്കാതെ സൈഡിലൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ഇതേപോലെ നമുക്ക് ചുറ്റും പല സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ പറ്റുക, അതൊക്കെ തന്നെയല്ലേ ഒരു ജീവിതം. എപ്പോഴും വീട് ജോലി എന്നൊക്കെ പറഞ്ഞിരിക്കാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെ കുറച്ച് സമയം ഫ്രീ ആവാൻ വേണ്ടി, റിലാക്സേഷൻ ആവാൻ വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുന്ന നല്ലതല്ലേ. അപ്പോൾ വരുന്ന സ്ഥലം മാത്രം അവിടെ എന്താണെന്ന് മാത്രം നോക്കാതെ ഇതേപോലെയൊക്കെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കുക. നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതേപോലത്തെ ചെറിയ കാര്യമായിരിക്കും, അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. പാറയിൽ ഊറ്റ്, മഴ സമയമല്ലേ. ക്യാമറയും കൊണ്ട് അടുത്തോട്ട് പോകുമ്പോഴേക്കും ഓടയാണ്, കിട്ടിയില്ല. ഇതിൻ്റെ അകത്തോട്ട് ചുമ്മാ നല്ല രസമുണ്ട് സംഭവം, കണ്ടില്ലേ. മരങ്ങളൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെറിയ സർക്കിളുണ്ടാവുമെന്ന് അറിയത്തില്ല. അത് അങ്ങോട്ട് റബ്ബറാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ചീവിടിൻ്റെയൊക്കെ ശബ്ദമുണ്ട്, കാട്ടിൻ്റെ അകത്തോട്ട് കയറിയ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, മൊത്തം ഈ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ മഴ പെയ്തതിൻ്റെ ആ ഒരു ഊറ്റും കാര്യങ്ങളൊക്കെ പാറയിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, കാരണം അവിടെ മൊത്തം നേരത്തെ പറഞ്ഞ പോലെ മൊത്തം പാറയാണ് കേസ്. കണ്ട പിന്നെ മഴ പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു നീരുറവ ഇങ്ങോട്ട് വന്നേണ്ട് ആ ഒരു കാര്യം കാണാൻ പറ്റി. അതിൻ്റെ അടിയിൽ നിന്നാണെന്ന് തോന്നുന്നു വരുന്നത്, കണ്ടില്ലേ. അവിടെ എന്തോ ഒരു ബിൽഡിങ്ങോ കെട്ടം പോലെ എന്തോ കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. മൊത്തം റബ്ബറൊക്കെയാണ് ഇവിടെ, കണ്ടില്ലേ. ഫുള്ള് റബ്ബറാണ്. നമ്മൾ വന്നത് ഇതുവഴിയാണ്, ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ചെറിയൊരു വഴി കിടപ്പുണ്ട്, ആരൊക്കെ നടന്നു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കുറച്ച് പേര്. സംഭവം ഇവിടെ പാറ പൊട്ടിച്ചതാണ്. അപ്പോൾ പാറയൊക്കെ പല സൈസിൽ കിടപ്പുണ്ട്, കണ്ടില്ലേ. സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്ത ഷേപ്പിലൊക്കെയാണ് ഇവിടെ പാറ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല, മൊത്തം പാറ പണ്ട് ഇവിടെ പാറ എന്താ പറയുക, പാറ മൊത്തം പൊട്ടിച്ചതാണ്. നമുക്കൊരിക്കലും പാറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ച് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അതേ രീതിയിൽ പുനർനിർമ്മിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഭൂമിയുടെ അടുത്തായിട്ടായിരുന്നാലും പല വ്യവസ്ഥകളും, ഭൂമിയുടെ ഓരോ ലെയറും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉറച്ച് നിൽക്കുന്നത് ശരിക്കും നമ്മുടെ പ്രകൃതിയുടെ ഒരു ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു നമ്മൾ നേരത്തെ കണ്ടത് ബിൽഡിംഗ് അല്ല, സംഭവം പാറയാണ്. പാറകൾ മുറിച്ച് സ്ക്വയറായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പുറത്തെ മെഷീനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിപ്പം നിർത്തി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ഇത് നിലവിൽ ഖനനവും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ വെച്ച് നോക്കിയപ്പം ദൂരെ കാഴ്ചയിൽ എന്തോ ബിൽഡിംഗ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല, സംഭവം ഇതായിരുന്നു. പിന്നെ ഇവിടെ ചുറ്റുപാടും റബ്ബർ, പാറ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് തമ്പുരാൻ പറയോട്ട് പോവാം. നമ്മളങ്ങനെ വീണ്ടും സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടൊന്നും ഇങ്ങനെ പോകാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ പുതുതായിട്ട് ഒരു സ്ഥലത്ത് വരുമ്പം അവിടെ കിട്ടുന്ന കാഴ്ച, വ്യൂ, കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴേക്കും ഓരോ വ്യൂ ആയിരിക്കും. നമ്മൾ ഓരോ ജനലിൽ കൂടെ കാണുന്ന കാഴ്ചയും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരു ഐറ്റം ചിത്രശലഭം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വേറെ 1-2 കാണാൻ പറ്റി. എന്തായാലും അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴേക്കും അങ്ങനെ ഒരു കാഴ്ച നമുക്ക് പ്രകൃതി സമ്മാനിച്ചു. അങ്ങനെ നമ്മളിതേ വീണ്ടും ശരിക്കുള്ള വഴിയിലെത്തി. ശരിക്കുള്ള വഴിയിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കണ്ടില്ലേ, വന്ന വഴി നമ്മൾ കുറച്ച് വഴിയൊക്കെ കറങ്ങി പോയെങ്കിലും ലാസ്റ്റ് നമ്മൾ അവസാനം ശരിക്കുമുള്ള വഴിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ പാറ, ഈ പാറയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാൻ നല്ലൊരു വിഷ്വൽ കിട്ടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇന്നലകളിലൂടെ ഒന്ന് കാണുന്ന കാഴ്ചയും വ്യത്യസ്തമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് വന്നിട്ട് ഓരോ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച അത് വേറെ വ്യത്യസ്തം തന്നെയാണ്, വേറെ ലെവലാണെന്നൊക്കെ തന്നെ പറയാം. സംഭവം ഒരു രക്ഷയില്ല. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം.
എന്തായാലും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി മുകളിലോട്ട് നമ്മൾ കാണാൻ വന്ന സ്ഥലത്ത് ശരിക്കും എത്തിയിട്ടില്ല. അതിന് ചുറ്റുപാടൊക്കെ നിന്ന് കറങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കൈവരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി സേഫായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി, ഇവിടെ മാത്രം തറയിൽ മാത്രം കിടന്ന് താഴെ ഇവിടെ മാത്രം കിടന്ന് കറങ്ങിയാൽ പോരല്ലോ. കുറച്ചുകൂടെ ഉയരത്തിലോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടെ വിഷ്വൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങോട്ട് പോവാം. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ കണക്കാക്കി ഇങ്ങനെ ഇരുന്ന് തരാണ്. നേരത്തെ നോക്കിയിട്ട് നടന്നില്ല. അതിന് പകരം നമ്മുടെ ഈ മുത്തുമണി അതിന് എത്ര വേണേലും എടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഒരു അനക്കവും ഇല്ലാതിരിക്കുകയാണ്. ഞാൻ ഫ്രണ്ടിൽ വന്നിങ്ങനെ ക്യാമറ പിടിച്ചിട്ടും ഫോൺ പിടിച്ചിട്ടും കഴിച്ച് പോകുന്നില്ല. എത്ര വേണമെങ്കിലും എടുത്തോ പകർത്തിക്കോ എന്നാണ് പറയുന്നത് പുള്ളി. എന്തായാലും കൊള്ളാട്ടോ. അപ്പോൾ ഈ ഒരു സീന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയറി വരുന്ന വഴിക്കായിട്ടാണ്, കണ്ടില്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പുള്ളിനെ ഇവിടെ വെച്ച് കണ്ടത്. ആശാനിങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം നിർത്തി ബുദ്ധിമുട്ടിക്കണ്ട. അപ്പോഴെന്തായാലും നീ അവിടെ ഇരുന്നോ, അപ്പോഴും ഞാൻ പോവുകയാണ് അല്ലേ. ഓക്കെ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇതിൽ പോകാൻ പോകുന്നു. തുളസിത്തറയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ അകത്ത് വേറൊന്നും എഴുതിയിട്ടില്ല. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലോട്ട് കയറി പോവേണ്ടത്. ഇവിടെ നോക്കിക്കണ്ടില്ല, അത് ആകാശം തട്ടി നിൽക്കുന്ന ഒരു പാറ പോലെ. അത്രയ്ക്കില്ല, പക്ഷെ എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കണ്ടാണ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പ്. അത് കയറി നമുക്കിനി ഇങ്ങോട്ട് മുകളിലോട്ട് പോകണം. നമുക്കിതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും പറ്റാത്തൊരു കുളമുണ്ട്. അതുപോലെ തന്നെ പാറയിൽ ചങ്ങല വലിച്ചു പോയതുപോലെ ഒരു ആ മാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണണം, അതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എൻ്റെ കൂടെ നേരത്തെ താഴെ നിന്ന് വന്ന പയ്യന്മാരും അമ്മമാരും കണ്ടിട്ട് തിരിച്ചിറങ്ങിയാണ്. ഞാൻ ഇപ്പോൾ മുകളിലെത്തിയതേ ഉള്ളൂ. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുള്ളവർ തന്നെ ശാസ്താംപാറ തട്ട് തട്ടായിട്ടാണ് കിടക്കുന്നത്. ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴും ഓരോ കാഴ്ചകളും ഓരോ വ്യൂ ആണ്. പക്ഷേ ഇത് നല്ല ലെന്തിൽ നീളത്തിന് കിടപ്പുണ്ട്, ഒരു കുന്ന് പോലെ. എന്തായാലും സംഭവം കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാറ. ഇപ്പോഴും നമുക്ക് ആ തമ്പുരാൻ പാറയിലെ വിഗ്രഹമൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയാലായിരിക്കും നമുക്കത് കാണാൻ പറ്റുക എന്ന് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. എന്നാലും കൊള്ളാം. ഇവിടെ വന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെയാണ്. ഞാനപ്പോൾ താഴെ നിന്ന് വെച്ച് കണ്ട അവന്മാരിപ്പം താഴെ എത്തി. ഞാനിത് ഇപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് കയറി തുടങ്ങിയതേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയാം. നമ്മൾ കാണേണ്ട കാഴ്ചകളെല്ലാം കണ്ട് മാക്സിമം ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പതുക്കെ പോയാൽ മതി. പെട്ടെന്ന് പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ കുറച്ച് മരമൊക്കെ നിൽപ്പുണ്ട്. സീരിയലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടുന്നതാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ പാറ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്കിനി അങ്ങോട്ട് പോകണം. ഇങ്ങോട്ടൊക്കെ എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായിരുന്നാലും ഇവിടെ ചെറിയ വഴിയുണ്ട്, പോയി നോക്കാണ്ടല്ലോ. ഇവിടെയൊക്കെ മൊത്തം പാറയും ഒരു പറങ്കിമാവ് മരമൊക്കെ വളർന്ന് വിശാലമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പുറത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ വസ്തു എന്താണെന്ന് തോന്നുന്നു. അവിടെ മൊത്തം ഷീറ്റൊക്കെ അടിച്ച് മറച്ചിട്ടുണ്ട്.
ഇവിടെയാണ് ആ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അതിനോട്ടുള്ള വഴിയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ അതുവരെ വന്നിട്ട് ഇങ്ങോട്ട് വരാതിരുന്നെങ്കിൽ ഈ ഒരു വഴി മിസ്സായതിനെ. അപ്പുറത്തൂടെ വരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത് പാറയിൽ കൂടെ വരുന്നതിനെക്കാട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവഴി. ഞാൻ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ഞാൻ വേറെ കുറച്ച് ഗുഹാക്ഷേത്രങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴും ചെറിയ രീതിയിൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ആ ഒരു തന്നെയാണ് തോന്നുന്നത്. പിന്നെ അത് പണി കഴിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് നോർമലി ഒരു പാറയുടെ അടിയിലായിട്ട് ചെറിയൊരു ഗുഹയും അവിടെ ഒരു പീഠവും അതിലൊരു പ്രതിഷ്ഠയും ആ രീതിയിലാണ്. ഒരു ഗുഹാക്ഷേത്രത്തിനോട് ഗുണിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടി തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന, ശരിക്കും പറഞ്ഞ ഒരു ആ ബാക്കിൽ കാണുന്ന ആ പാറ, ഒരു കാട്ടിനുള്ളിലൊരു പാറയ്ക്ക് ഇപ്പുറത്തായിട്ടൊരു ക്ഷേത്രം. അതിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് സത്യം പറഞ്ഞ ഒരു ആത്മീയതയും ശാന്തിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നിൽക്കുന്നത് ശരിക്കും ഒരു കാട്ടിൻ്റെ അടുത്തെന്ന് തോന്നുകയാണ്. എന്ന് വെച്ചാൽ വലിയൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് എത്തപ്പെടുകയും അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുക, അങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഇവിടെ. അങ്ങനെ നമ്മളിതേ അതുവഴിയാണ് വന്നത്, കണ്ടില്ലേ, അതുവഴിയാണ് വന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് ഇനി ഞാനിപ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇങ്ങോട്ടുള്ള ഒരു സ്ഥലം അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പാറയുടെ താഴെയായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലം ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. ജസ്റ്റ് ഒന്ന്, അതായത് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കുക, നോക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അല്ല നോർമലി നമ്മൾ വന്ന് നോക്കുന്നതിനെക്കാട്ടി നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, പാറയുടെ താഴെയായിട്ട് ഒരു ക്ഷേത്രം, അതിൻ്റെ പാറയുടെ ആ ഒരു അടിഭാഗമാണ്, അവിടെയാണ് ക്ലിയർ ചെയ്ത് ഒരു ക്ഷേത്രമാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയും മുകളിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ വരാനുള്ള വഴിയുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും വന്ന വഴിയെ തന്നെ പോകാം. വീഡിയോ ഒരൽപ്പം എന്താവുമെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ കൂടെ കൂടും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി തമ്പുരാൻ പാറയിലോട്ട് മുകളിലോട്ട് പോകാം. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടെ ഒരിക്കലും വറ്റാത്ത കുളം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ അകത്തോട്ട് ചെറിയൊരു ഹോള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് എത്രത്തോളം നീളമുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ പിന്നിലും ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ കാഴ്ചകൾ കണ്ടു. ഇനി അടുത്ത് കാണാനുള്ള ആ ഒരു തീഷ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ മറ്റ് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടതുപോലെ ആ ഗണപതി വിഗ്രഹം കാണാൻ തന്നെയാണ്. ശരിക്കും ഇവിടെ എത്തിയപ്പോൾ അത് നമ്മുടെ മുന്നിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും നമ്മൾ നേരിട്ട് തന്നെ കാണണം കേട്ടോ. ഞാനിപ്പോൾ ശരിക്കും ക്യാമറയിലോട്ട് നോക്കുന്നില്ല, അങ്ങനെ നേത്രങ്ങൾ കൊണ്ട് ആ ഒരു കാഴ്ച കാണുകയാണ്. കാരണം ഇത്രയൊരു പാറ നമ്മളിങ്ങനെ ഇവിടെ കയറി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ട് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്ര ഹൈറ്റ് ഇരുന്ന്
ഇങ്ങനെ ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു വിഷ്വലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ പാറയിൽ കാണുന്ന ഈ ഒരു ലൈൻ പോലെ ഈ ചെറിയൊരുതായിട്ട് കിടക്കുന്നില്ലേ, അപ്പോൾ ഇതുപോലെ 2-3 സ്ഥലത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ കേട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചങ്ങല മാടൻ ചങ്ങലയെ വലിച്ചുകൊണ്ട് പോയപ്പോൾ വീണ ആ ഒരു ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാടാണ് ഈ പാറയിലുള്ളത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ആ രീതിയിലാണ് കിടക്കുന്നത്. ഇവിടെ അത് വന്ന് നോക്കുമ്പോൾ ശരിക്കും അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കണ്ടില്ല എവിടെയൊക്കെ ഉണ്ട് എന്തായിട്ട് ഇങ്ങനെ നീണ്ട് കിടപ്പുണ്ട്, കണ്ടില്ലേ. അത് നേരെ അങ്ങ് താഴോട്ടും പോകുന്നുണ്ട്, ആ ഒരു വരിക്ക് പോലെ, ആ വരിയായിട്ട് ആ ചങ്ങലയുടെ ഒരു പാട് പോലെ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മൾ ഒരു കാറ്റിൻ്റെ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ലൊരു കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടില്ല പാലയിൽ. ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം കാണുന്നില്ല നമ്മൾ. ഇതാണ് സംഭവം. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചപ്പോൾ ഇങ്ങനെയുള്ള കുപ്പിയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ തന്നെ, അതായത് ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം, നല്ല രീതിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു മൈൻഡ് പെട്ടെന്ന് ഔട്ടാകും. കാരണം ഇങ്ങനെയുള്ളതൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇതേപോലെ സ്ഥലങ്ങളിൽ വരെ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇതൊക്കെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിക്കും അതിനുവേണ്ടി ആരും മെനക്കെട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അവരവർ തന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെയൊന്നും പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയാതെ നാളത്തെ ഈ തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നത്. കാരണം വീടും പരിസരവും പോലും, നേരത്തെ പറഞ്ഞ വീടും പരിസരമൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും, പക്ഷെ അവിടെ പോലും ശ്രദ്ധിക്കാത്തവരുണ്ട്. ഇവിടെ നമുക്ക് ചങ്ങലയുടെ, നേരത്തെ പറഞ്ഞ ചങ്ങലയുടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു ഇത് കണ്ടില്ലേ, അതേപോലെ തന്നെ കണ്ടില്ലേ ഇതേ, അത് 2 ചങ്ങല കറക്റ്റായിട്ട്, ആ 2 ചങ്ങല ഇങ്ങനെ വലിഞ്ഞു പോയതുപോലെ ശരിക്കും ആ ഒരു ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോ. സംഭവം കണ്ടില്ലേ, ഇപ്പം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലേ. അതായത് പാറയിൽ ആ 2 ചങ്ങല ഇങ്ങനെ വലിഞ്ഞു പോയതുപോലെ തന്നെ 2 മാർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. അത് പകുതിയിൽ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, അതിങ്ങനെ നീണ്ട് താഴോട്ടങ്ങ് പോകുന്നുണ്ട് ആ സംഭവം. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന്. എനിക്കൊന്നൊരു രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയായിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത്. എന്നാലും പകലും നല്ലൊരു പച്ചപ്പും പ്രകൃതിയുടെ ആ ഒരു വശ്യ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീടൊക്കെ ഉള്ളത് തോന്നുന്നു, പക്ഷെ ശരിക്കും നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ മരമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുള്ളൂ. പക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ കാടും മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണല്ലോ. അടുത്ത് ചെല്ലുമ്പോഴേക്കും അവരൊക്കെ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കായിരിക്കുമെന്ന് തോന്നും എന്ന് പറയും പോലെ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് നിൽക്കുന്നത്. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണുള്ളൂ ഓരോ മരങ്ങൾ. പക്ഷെ എന്തായാലും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഒരു രക്ഷയില്ല. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല, ഒരു ടോയ്ലറ്റ് എന്നാണ് നോക്കിയപ്പോൾ, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സാമൂഹ്യ വിരുദ്ധർ എന്നാണ് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ആ പേരിനോട് യോജിച്ച് സ്വയം സമ്മതിക്കുന്നവർ തന്നെയാണ് പല കാര്യങ്ങളും ഇവിടെയൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമുക്കിവിടെ വന്ന് നോക്കുമ്പോഴേക്കും മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക എന്നറിയത്തില്ല. എന്നിരുന്നാലും അവരുടെ ഒരു സന്തോഷമായിരിക്കും. എന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വൃത്തികേടാക്കി ഇടുന്നത് എന്തായാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ ബാത്റൂമാണ്, അത് പണി കഴിഞ്ഞിട്ടില്ല, അതിനുമുമ്പ് തന്നെ ഇവിടെയൊക്കെ ഫുള്ള് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ അതിൻ്റെ അകത്തോട്ടൊന്നും കയറിയില്ല, കാരണം ബാത്റൂമിൻ്റെ അത് പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. അത് ആരൊക്കെയോ നശിപ്പിക്കുകയും പല രീതിയിൽ ചിത്രപ്പണികളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ പിന്നെ റീക്രിയേഷൻ ചെയ്ത് നന്നായിട്ട് പിന്നെ അതിനെ ക്രമീകരിച്ചിട്ടില്ല. അപ്പോൾ അത് അധികം നാളിങ്ങനെ നീണ്ടു നിൽക്കാതെ തകർന്നു പോകും എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ടവർ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും പ്രത്യേകിച്ച് വലിയ, നമ്മൾ താഴെ പാറയിൽ നിന്ന് നോക്കുന്നതിനെക്കാട്ടി വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കാം എന്നുള്ളൊരിതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ലാസ്റ്റ്
ഇതിൻ്റെ മുകളിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ട ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ നിന്നിട്ടായിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് വലിയൊരു വ്യൂ ഒന്നും എടുത്ത് പറയാനില്ല. അപ്പോൾ ഇങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു പാറയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കൂടുതലും ആ ഒരു നാച്ചുറൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ബാക്കി നമ്മുടെ വിഗ്രഹത്തിൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനി വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഈ യാത്ര ചെയ്ത് ഒറ്റയ്ക്കായതുകൊണ്ട് സാധാരണ എൻ്റെ കൂട്ടുകാരൻ രാഹുൽ കൂടെ കാണും. അപ്പോൾ അവനിന്ന് ലീവ് കിട്ടിയില്ല, അങ്ങനെയൊന്ന് ഒറ്റയ്ക്കാണ്. പക്ഷെ എന്നിരുന്നാലും ഒറ്റയ്ക്കുള്ള യാത്രയും ഒരു രസമാണ്. കാരണം എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനെ കാട്ടിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന ഒരു ആംബിയൻസും അതും വേറൊരു ലെവലാണല്ലോ. വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ലെങ്കിലും കാട്ടിൻ്റെ അകത്തൂടെ എന്നോണമുള്ളൊരു യാത്ര. എന്തായാലും നമ്മൾ നേരത്തെ വന്നത് നിന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി നേരെ കയറിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ശരിക്കുള്ള വഴി ഇത് തന്നെ ആയിരിക്കും അല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ നല്ല നിങ്ങളും ഞാനും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത ഈ യാത്രയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഈ കാഴ്ചകൾ കാണാൻ എല്ലാവരും എത്തുക. വേറൊരു അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർക്ക് സുഖമായിട്ട് കയറി വരാം. പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളെന്തെങ്കിലും ഉള്ളവർക്ക് വലുതായിട്ട് നടക്കാൻ പറ്റാത്തവർക്ക് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കുറച്ച്, അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഹൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തിരുവനന്തപുരം സിറ്റി കടലൊക്കെ ആണെന്നുള്ളൂ. അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിത് യാത്ര ചെയ്ത് ലാസ്റ്റ് നമ്മളിത് എത്തിയിരിക്കുന്നു തമ്പുരാൻ. ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് എന്തായിരുന്നാലും വെറുതെ ആവത്തില്ല ഇവിടെ വരുന്ന ഒരാൾക്കും. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞതേ കണ്ടില്ലേ, നമ്മുടെ ഈ കാണുന്നതിനെക്കാട്ടി അപ്പുറമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം നല്ലൊരു കാറ്റുണ്ട്. കാരണം ഇവിടെ നോക്കുമ്പോൾ നല്ല ഹൈറ്റിലാണ് നമുക്ക് ഈ സ്ഥലമെല്ലാം കാണാൻ പറ്റും. നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെക്കാട്ടിയും മുകളിലാണ് ഈ ഒരു വിഗ്രഹം. അപ്പോൾ ശരിക്കും ഒരു ആത്മീയത തോന്നുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഇത്. അപ്പോൾ ഇവിടെ വന്ന് നേരിൽ വന്ന് കണ്ട് സ്വന്തമായിട്ട് തന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് അറിഞ്ഞ് അതായത് മനസ്സിലാക്കാൻ വേണ്ട പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം നോർമലി നമ്മളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഇപ്പോൾ നോർമലി ഇതൊരു പാറയാണെങ്കിൽ തന്നെ നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ ചിലയിടത്ത് ക്ഷേത്രം ഉണ്ടാവും. പക്ഷെ ഇത് മേൽക്കൂരയോ അങ്ങനെ ഒന്നുമില്ല, കണ്ടില്ലേ, ഓപ്പണാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
അത്രയും കാറ്റുണ്ടാവില്ല. പക്ഷെ മുകളിലെത്തുമ്പോഴേക്കും നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് ഒന്നിച്ച് യാത്ര ചെയ്തൊന്നുമില്ലേ, സ്വാഭാവികമായിട്ട് അടുത്തുള്ള കാഴ്ചകളൊക്കെ കാണുമെന്ന് തോന്നും. അവിടെ കുറച്ച് നേരം നിന്ന് സ്പെൻഡ് ചെയ്ത് അവിടെ കാഴ്ചകളൊക്കെ മാക്സിമം കണ്ട് അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും വേറെ ഒന്നിലോട്ട് നോക്കാൻ തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ആ ഒരു സംഭവമാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ വന്ന് ഈ നല്ലൊരു കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ നല്ലൊരു ലോകമെന്നോണം നമുക്ക് മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. അത് ഇവിടെ വന്നിരിക്കുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാവും. കാരണം നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്ന് വന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും ശരിക്കും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ നിന്നിട്ട് പിന്നെ വേറെ ഒന്നും തോന്നുന്നില്ല. ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ പോകാൻ തോന്നത്തില്ല. കാരണം ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം സമയം പറ്റും. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇവിടെ എത്തി പൂർണ്ണമായി എന്നുള്ള തോന്നലാണ് നമുക്കുണ്ടാവുന്നത്. മറ്റൊരു കാഴ്ചയിലോട്ടോ മറ്റെന്തെങ്കിലും നമുക്ക് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ അത് കാണണമെന്നോ അതിലോട്ട് ഓടി എത്തണമെന്നോ തോന്നത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ വന്നെത്തി കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഒരു ചങ്ങല ഞാൻ ചങ്ങല വെച്ചുകൊണ്ട് ഒരുപാട് ശരിക്കും അത്യാവശ്യം ഈ പാറയിൽ എല്ലാ ഭാഗത്തും തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇതിനെ പറ്റിയൊക്കെ അറിയാമെന്നുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ വന്നൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നൊരു നല്ല കാറ്റ് നല്ല ആംബിയൻസ് ഉള്ളിട്ട് നമുക്ക് പോകാൻ തോന്നുന്നില്ല. നല്ല രസമുണ്ട്. അപ്പോൾ മാക്സിമം കുറച്ച് നേരം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.